ഹിജ്റ 2-ാം വർഷം. ബദർ യുദ്ധം നടക്കുന്നത് ഈ വർഷത്തിലാണ്. ചരിത്രം നമുക്കറിയാം. ബദർ കഴിഞ്ഞു. ഖുറൈശികളിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുപക്ഷത്തിൽ നിന്ന് വലിയ അളവിൽ പ്രമുഖരായ ആളുകളെ അടക്കം 70ഓളം ആളുകളെ തടവുകാരായി മദീനയിലേക്ക് കൊണ്ടുവരുന്ന രംഗമുണ്ട്. അന്നത്തെ മക്കയും മദീനയും ഉണ്ടായിരുന്നൊരു വ്യത്യാസം, മക്കയിലെ ആളുകൾ കച്ചവടക്കാരായിരുന്നു, മദീനയിലെ ആളുകൾ കർഷകരായിരുന്നു. മക്കയിലെ ആളുകൾ കച്ചവടക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്പസ്വല്പം അക്ഷരാഭ്യാസം അറിയുന്ന ആളുകളായിരുന്നു മക്കക്കാരിൽ ബഹുഭൂരിഭാഗവും. എന്നാൽ മദീനയിലെ ആളുകളാവട്ടെ കർഷകരായിരുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നത് എന്നത്. പറഞ്ഞുവല്ലോ, 70 ആളുകളെ തടവുകാരായി പിടിക്കപ്പെട്ടു. ഇവരെ എന്തു ചെയ്യണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മോചനദ്രവ്യം നൽകി വിട്ടയക്കാം എന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അവരിലെ സാമ്പത്തിക ശേഷി അനുസരിച്ച് 1000 ദിർഹം മുതൽ 4000 ദിർഹം വരെ മോചനദ്രവ്യം വാങ്ങി ചില ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടയക്കുന്നുണ്ട്. ഒരു നിലക്കും ഒരു ദിർഹം പോലും തരാൻ കഴിയില്ല, പരമദരിദ്രരായ ചില ആളുകളും ഉണ്ടായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വാങ്ങാതെ വിട്ടയക്കുന്നുമുണ്ട്. വളരെ വിശദമായിട്ട് ഈ ഒരു ചർച്ച സൂറത്തുൽ അൻഫാലിൽ 67-68 ആയത്തുകളിലുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അവിടെ മറ്റു ചില ആളുകൾ ഈ തടവുകാരിൽ ഉണ്ടായിരുന്നത് അക്ഷരജ്ഞാനം അറിയുന്ന ആളുകളായിരുന്നു, എഴുത്തും വായനയും അറിയുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എന്തു ചെയ്തുവെന്നോ, നിങ്ങളെ വിട്ടയക്കാം. എഴുത്തും വായനയും അറിയുന്ന ആളുകളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഈ മദീനയിലെ 10 കുട്ടികൾക്ക് നിങ്ങളിൽ ഒരാൾ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സ്വതന്ത്രരായി നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാം, ഒന്നും തരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ആ തടവുകാരിലുള്ള എഴുത്തും വായനയും അറിയുന്ന ആളുകൾ മദീനയിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം ചരിത്രത്തിൽ കാണാം. കുറ്റവാളികളാണെങ്കിലും തടവ് പുള്ളികളാണെങ്കിലും അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു മക്കൾക്ക് അക്ഷരജ്ഞാനം പഠിപ്പിക്കുവാൻ വേണ്ടി. അത് വല്ലാത്തൊരു യജ്ഞമായിരുന്നു. പണത്തിനു പകരം അറിവിനെ മോചനദ്രവ്യമായി പ്രഖ്യാപിച്ച ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവമായി ഇത് രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ എഴുത്തുകാരായി മാറിയ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കം ആ കാലത്ത് ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളിൽ നിന്ന് എഴുത്തും വായനയും പഠിച്ച സ്വഹാബിയായിരുന്നു എന്നത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 4000 ദിർഹമൊക്കെയാണ് ചില ആളുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചനദ്രവ്യം വാങ്ങിയത്. ആ 4000 ദിർഹമിന് പകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചത് 10 കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുക എന്ന്. ഞാനത് സൂചിപ്പിക്കുവാനുള്ള കാരണം, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിനും വായനക്കും എത്രയധികം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഭവങ്ങളോ സായുധ സജ്ജരായ സേനകളോ അല്ലെങ്കിൽ അവിടെയുള്ള ആ രാജ്യത്തിന്റെ വിസ്തൃതിയോ മാത്രമല്ല, ആ രാജ്യത്തെ ആളുകളുടെ അക്ഷരജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ, ആ നാടിനെ, ആ പ്രദേശത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വാചകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ സൃഷ്ടാവിന് പരിചയപ്പെടുത്തുന്ന ഒരു ശൈലി എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല, മുഹമ്മദ് എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. നമുക്കറിയാം, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, നീ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ വായിക്കണം, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ അധ്യാപനം പോലും കടന്നു വരുന്നത്. അവിടെ നമസ്കരിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്, നീ അവിടെ ഇന്ന ഇന്ന ഇബാദത്തുകളിലേക്ക് കടന്നു ചെല്ലണം പ്രവാചകരെ അങ്ങ് എന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് മനുഷ്യകുലത്തിന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് വായിക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തിലൂടെയാണ്. കാരണം ഈ വായനയാണ് യഥാർത്ഥത്തിൽ റബ്ബിനെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുക എന്ന്. വായനയാണ് ഒരു മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുക എന്നതാണ്. വായിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നല്ല കാഴ്ചപ്പാടുണ്ടാവുക എന്ന്. വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല എങ്കിൽ മറ്റാരുടെയൊക്കെയോ ചിന്തകൾക്കോ കൂടെ അവരുടെ പിറകെ സഞ്ചരിക്കുന്നവരായി മനുഷ്യർ മാറുന്ന. അപ്പൊ സ്വന്തമായി വായിക്കുമ്പോഴാണ് ശരിയേത് തിന്മയേത് എന്ന് മനസ്സിലാക്കുക, യഥാർത്ഥ തിരിച്ചറിവുകൾ ഉണ്ടാവുക, റബ്ബിനെ കുറിച്ച് മനസ്സിലാവുക. അവിടെയാണ് സന്മാർഗത്തിലേക്ക് എത്തുക.
യഥാർത്ഥ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഒരു മനുഷ്യനെ നടന്നെടുക്കാൻ കഴിയുക അറിവ് ലഭിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അറിവ് എന്ന് പറഞ്ഞാൽ? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന സമവാക്യങ്ങളും അതല്ലെങ്കിൽ മറ്റു ചില വർഷങ്ങളുടെ അല്ലെങ്കിൽ ചില ചരിത്രങ്ങളൊക്കെ മനഃപ്പാഠമാക്കി പരീക്ഷ വരുമ്പോ ഉത്തരക്കടലാസിൽ എഴുതി 100-ൽ 100 മാർക്ക് വാങ്ങുന്നതാണോ യഥാർത്ഥത്തിൽ അറിവ് എന്ന് പറയുന്നത്? അല്ലല്ലോ, അല്ല എന്ന് നമുക്കറിയാം. തലച്ചോറിലേക്ക്, മനുഷ്യന്റെ ചിന്തയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നിറക്കുക എന്നതിനപ്പുറത്ത് ആ കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് വിവേകമതികളായി മാറണം എന്നാണ് മനുഷ്യർ വിവേകമുള്ളവരായി മാറണം എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് അറിവുകൾ കിട്ടാൻ, ഇൻഫർമേഷൻ കിട്ടാൻ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അറിവ് നേടാൻ ഏത് വിഷയത്തിലാണെങ്കിലും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഓരോ മിനിറ്റുകൾ കഴിയുമ്പോൾ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ഒരു കാര്യത്തെക്കുറിച്ചറിയാൻ അവൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അവന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ അവന്റെ വിരൽ തുമ്പ് കൊണ്ട് ലോകത്തെ ഏത് ഇൻഫർമേഷനും നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യൻ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വിവരങ്ങൾ കിട്ടും, പക്ഷെ വിവേകങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രായം ചെന്ന വാർദ്ധക്യ സഹജമായ ഒരു മനുഷ്യൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന്റെ വിവരങ്ങൾ ഒരുവന് ഇന്റർനെറ്റിലൂടെ നേടിയെടുക്കാൻ കഴിയും. ആ ശ്രദ്ധിക്കുന്ന സമയത്ത് വാർദ്ധക്യ സഹജമായ സാഹചര്യത്തിൽ എന്തൊക്കെ പരിഗണിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ശീലങ്ങൾ ഉണ്ടാവണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ മാറ്റി നിർത്തണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ ഇൻഫർമേഷനുകൾ അവന് ഇന്റർനെറ്റിലൂടെ ലഭ്യമാണ് ഇന്ന്. അതിൽ ലെക്ചറുകൾ ഉണ്ടാവാം, വലിയ വലിയ അക്കാദമിക പഠനങ്ങൾ ഉണ്ടാവാം. അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന്റെ നാടിനനുസരിച്ച്, അവന്റെ സാഹചര്യത്തിനനുസരിച്ച്, കാലാവസ്ഥക്കനുസരിച്ചുള്ള റിസൾട്ടുകളൊക്കെ അവന്റെ മുന്നിൽ തുറക്കുന്ന സെർച്ച് എഞ്ചിനുകളിൽ ലഭ്യമാണ്. എന്നാൽ പ്രായം ചെന്ന തന്റെ മാതാവിനെ അറപ്പില്ലാതെ, വെറുപ്പില്ലാതെ, കരുണയോടുകൂടി ആ ഉമ്മയെയും ഉപ്പയെയും ചേർത്തു നിർത്തണം. ഇതിൽ എന്റെ പരലോകമുണ്ട്, എനിക്കതിൽ വിജയമുണ്ട്, എന്റെ വിജയം അവിടെയാണ്, എന്റെ റബ്ബനോട് കൽപ്പിച്ചതാണ് എന്ന വിവേകം ഒരു ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക സാധ്യമല്ല എന്നാണ്. ഈ വിവേകമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത്. പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. വിശുദ്ധ ഖുർആൻ സംസാരിക്കാൻ സൂറത്തു ഫാത്തിറിലെ 35-ാം അധ്യായം, സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നത്, മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്, അൽ ഉലമാഉ, ആരാണ്? ഉലമാക്കളാണ്. ഇത് നമ്മളൊന്ന് മൗനത്തോടു കൂടി ആലോചിച്ചു, ആരെ പറ്റിയാ പറഞ്ഞത്? അള്ളാഹുവിനെ യഥാവിധി ശരിയാം വിധം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കളാണ് എന്ന് പറഞ്ഞാൽ ഈ ഉലമാക്കൾ ആരാണ്? വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് ആയത്തിൽ മനസ്സിലാക്കി മറ്റൊരാൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഫക്കീഹുകളോ മുഹദ്ദീസുകളോ അല്ലെങ്കിൽ മുഫസ്സിറുകളെ കുറിച്ച് മാത്രമാണോ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉലമാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? സൂറത്തു ഫാത്തിറിലെ ഈ ആയത്തും ഈ സൂറത്തിന്റെ പേരും ആവർത്തിച്ചു പറയുന്നത് ഇത് ഇവിടെ നിന്ന് കേട്ടുപോകേണ്ടതല്ല, വീട്ടിൽ ചെന്ന് തഫ്സീർ എടുത്ത് വായിച്ചു പഠിക്കേണ്ടതാണ്. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്. ഈ വാചകം പറയുന്നതിന് തൊട്ടു മുമ്പ് 28-ാം ആയത്തിൽ തന്നെ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് 27-ാമത്തെ ആയത്തിലും ചെറിയ ആയത്തുകളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ അത് നമ്മുടേതായ ശാസ്ത്ര മേഖലകളിലേക്ക് ചേർത്ത് വെച്ചാൽ അതിൽ ജിയോളജി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മിറ്റിയോറോളജി ഉണ്ട്, മിനറോളജി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, ജനറ്റിക്സ് ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്, അഗ്രോണമി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇക്കോളജി ഉണ്ട്, ഹൈഡ്രോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, ടാക്സോണമി ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 27-ഉം 28-ഉം ആയത്തുകൾ മാത്രം എടുത്തു പരിശോധിച്ചാൽ ഈ ദുനിയാവിൽ നാം ഇങ്ങനെ വേർതിരിച്ചു വെച്ച ശാസ്ത്ര മേഖലകളിലേക്ക്, ഇത്രയധികം മേഖലകളിലേക്ക് ചേർത്ത് വെക്കാവുന്ന വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങൾ 4, 5, 6 വരി മാത്രം വരുന്ന വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന. എന്നിട്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകത്തെ ആലോചിക്കേണ്ടത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ ശരിയാവണ്ണം ഭയപ്പെടുക, ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ആരാണ്? അതോ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അത് ആര് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ദീനിൽ അവഗാഹം നേടിയ ആളുകൾ മാത്രമല്ല. നേരത്തെ സൂചിപ്പിച്ച ശാസ്ത്ര മേഖലകളിലെ ഓരോ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതെല്ലാത്തിലൂടെയും കടന്നുപോകുന്ന ഒരാൾ അവന്റെ റബ്ബിനെ തിരിച്ചറിയണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഭൗതിക വിജ്ഞാനം അതേപോലെ തന്നെ മതപരമായ വിജ്ഞാനം എന്നിങ്ങനെ 2 തട്ടിലായിട്ട് കാണാറുണ്ട്. ഭൗതിക വിജ്ഞാനം നേടാൻ ഇന്ന സ്ഥാപനങ്ങൾ, മതപരമായ വിജ്ഞാനങ്ങൾ നേടാൻ ഇന്ന സ്ഥാപനങ്ങൾ എന്നൊക്കെ 2ആയി കാണുകയും ചില വേർതിരിവുകൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പലപ്പോഴും. യഥാർത്ഥത്തിൽ
ഇസ്ലാം ഇതല്ലല്ലോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാനവും അതല്ല. പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന സ്വാധീനം കൊണ്ടാണ് മതം പഠിക്കാൻ മറ്റൊരു മേഖല, അതല്ലാത്ത ഈ ലോകത്തെ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ മറ്റൊരു സാഹചര്യം, മറ്റൊരു സ്ഥാപനം എന്നുള്ള നിലക്ക് വരുന്നത്. അത് ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. അത് പാശ്ചാത്യരുടെ സംഭാവനയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ എങ്ങനെയാകണം എന്നറിയോ? അഫലാ യൻദുറൂന ഇലൈൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് വായിക്കുന്ന, എന്ന് ഓതുന്ന, എന്ന് പഠിക്കുന്ന, ഇമാമ് നിൽക്കുമ്പോൾ അത് ഓതുന്ന, അത് പറയുന്ന ഒരു ഇമാമാകട്ടെ, വിശ്വാസിയാകട്ടെ, ഒട്ടകത്തിലേക്ക് നോക്കാൻ അവൻ തയ്യാറാകും. ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, അവന്റെ ശരീരത്തിലേക്ക് നോക്കുന്നു, ഈ ഭൂമിയിലേക്ക് നോക്കുന്നു, ആകാശങ്ങളിലേക്ക് നോക്കുന്നു, പടച്ച റബ്ബിന്റെ എല്ലാ സൃഷ്ടി വൈഭവങ്ങളിലേക്കും നോക്കി കാര്യത്തെ ഗ്രഹിക്കുമ്പോൾ വിവേകത്തോടു കൂടി അവൻ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ കൂടെ ആ മേഖലകളിലെ സയൻസ് കൂടിയാണെന്നാണ്. ഇസ്ലാമിന്റെ സുവർണകാലത്തെ എടുത്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരായിട്ടുള്ള മുഫസ്സിറുകളായിട്ടുള്ള ആളുകൾ അവർ ഏതെങ്കിലും പള്ളിമൂലകളിൽ ചടഞ്ഞിരുന്ന ആളുകൾ മാത്രമായിരുന്നില്ല എന്ന് അല്ല, അവരെല്ലാ വിഷയത്തിലും അവഗാഹമുള്ള ആളുകളായിരുന്നു എന്നാണ്. ഒന്ന് രണ്ട് ആളുകളെ ചേർത്ത് പറയുമ്പോൾ മൂസ അൽ ഖവാറസ്മി, സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾ ഖവാറസ്മിയെ കുറിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സയൻസിന്റെ ഒരു മേഖലയും പഠിക്കാൻ കഴിയില്ല. ഈ ഖവാറസ്മി ഈ ലോകത്തേക്ക് ആൾജിബ്ര എന്ന് പറയുന്ന ഏറ്റവും ഇന്ന് ആധുനിക സമൂഹത്തെ ഓരോ ടെക്നോളജിയിലും മാറ്റി നിർത്താൻ കഴിയാത്ത ഓൾജിബ്ര എന്ന ബീജഗണിതം എന്ന ഒരു സയന്റിഫിക് മേഖലയെ ഈ ലോകത്തിന് സംഭാവന ചെയ്തത് മൂസ അൽ ഖവാറസ്മിയാണ്. ഈ മൂസ അൽ ഖവാറസ്മി ഒരു ഫക്കീഹായിരുന്നു എന്നാണ്. ഈ ലോകത്ത് ആൾജിബ്ര കണ്ടുപിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കണം. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഖവാറസ്മി അവിടെ ഒരു രൂപരേഖ, ഒരു മേഖല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലൂടെ സംഭവിച്ചു പോയതാണ് പ്രിയപ്പെട്ടവരെ ആൾജിബ്ര എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്നു സീനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിസന്ന എന്നൊക്കെ ആയിരിക്കാം പലപ്പോഴും ചിലപ്പോ പാഠപുസ്തകങ്ങളിൽ പഠിക്കേണ്ടി വന്നിരിക്കുക. ഈ ഇബ്നു സീന ഈ ലോകത്തിന് നൽകിയ വൈദ്യശാസ്ത്രത്തിലെ സംഭാവനകൾ എത്ര വലുതാണ്. 10ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഒരുപാട് ഹദീസുകളെ ഹിഫ്ളാക്കിയ ഒരു ഹാഫിളായിരുന്നു. ഇസ്ലാമിക ഫിലോസഫിയിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു ഇദ്ദേഹം എന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അവസാനിക്കുന്നില്ലല്ലോ. ജാബിർ ഇബ്നു ഹയ്യാനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് എന്ന് പറയുന്ന ജാബിർ ഇബ്നു ഹയ്യാൻ. ഇനി ഫാറാബി എടുക്കാം. ഇനി ഇങ്ങനെ എടുത്തു നോക്കിയാൽ 100 അല്ല 1000കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ ആധുനിക ശാസ്ത്രത്തിന് അടിത്തറവാകിയ ആളുകളായിട്ട് നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. ഒപ്റ്റിക്സിന്റെ പിതാവായിട്ട് പറഞ്ഞു നോക്കിയാലും, ഈ സമൂഹ ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഇബ്നു ഖൽദൂനിലേക്ക് മടങ്ങിപ്പോയാലും ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്രത്തിന് അടിത്തറവാകിയ വിശ്വാസി സമൂഹത്തെ, മുസ്ലിം പണ്ഡിതന്മാരെ, മുഫസ്സിറുകളെ, ഫക്കീഹുകളെ, മുഹദ്ദിസുകളെ നമുക്ക് കാണാൻ കഴിയും. എങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് എന്തേ ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല? ഇന്ന് മാറ്റി നിർത്തി. ഭൗതിക വിദ്യാഭ്യാസം വേറെ, മതപരമായ വിദ്യാഭ്യാസം വേറെ എന്ന തരത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെ എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലോകത്താണ്. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ക്രിസ്തുവർഷം 859 മൊറോക്കയിലെ ഒരു ഖറവിയ്യീൻ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഒരു മുസ്ലിം പണ്ഡിതയാണ്, ഒരു സ്ത്രീയാണ്, തെക്കുവയുള്ള ഒരു സ്ത്രീയാണ്. ഫാത്തിമ അൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു പണ്ഡിതയായ ഒരു സ്ത്രീ രത്നമാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിം ലോകം എവിടെയായിരുന്നു എന്ന് ആലോചിക്കണം. ഇവിടെ ഇരുന്ന് ആലോചിക്കണം നമ്മൾ. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എടുത്തു നോക്കൂ. ഈ ലോകത്തേക്കുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഖുർആനിന്റെ കൂടെ മെഡിസിൻ പഠിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ മറ്റൊരുപാട് മേഖലകൾ, ഗോളശാസ്ത്രം പഠിപ്പിച്ചിരുന്നു, അസ്ട്രോണമിയിലേക്ക് കടന്നുപോയിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി സൂചിപ്പിക്കാം. വലിയ പള്ളികൾക്ക് അറബ് ലോകത്ത് ഇന്ന് നമുക്കറിയാം പറയുന്ന പേര് ജാമ്യ എന്നാണ്. ജാമ്യ എന്ന് പറയും, പള്ളികൾക്ക് പറയും, ആളുകൾ ഒരുമിച്ച് കൂടുന്ന പള്ളികൾക്ക്. യൂണിവേഴ്സിറ്റിക്ക് അറബിയിൽ പറയുന്ന പേര് ജാമ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്ന് പള്ളികളായിരുന്നു വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായി ഉണ്ടായിരുന്നത്. 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞ് ദിക്റുകളും ഒക്കെ കഴിഞ്ഞ് സലാം വീട്ടി ഗോളശാസ്ത്രം പഠിക്കാൻ ഒരു ഭാഗത്തേക്കും, മെഡിസിൻ പഠിക്കാൻ ഒരു ഭാഗത്തേക്കും, അസ്ട്രോണമിയും മറ്റുള്ള മേഖലകളും ഫിസിക്സും പഠിക്കാൻ മറ്റൊരു ഭാഗത്തേക്കും ആളുകൾ ചേർന്നിരുന്നൊരു കാലം പള്ളികളിൽ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവർ. ഇന്ന് നമ്മുടെ പള്ളികളുടെ അവസ്ഥയല്ല. ഇശായി കഴിഞ്ഞാൽ പൂട്ടിപ്പോയി, സുബൈക്ക് തുറക്കണം. ഇത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുമ്പോ പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിക്കേണ്ടത് ആരായിരുന്നു വിശ്വാസികൾ എന്നാണ്.
അവര് വെറും ഖുർആനിന്റെ പിറകെ മാത്രം പോയിരുന്നവരല്ല. ഖുർആനിന്റെ പിറകെ പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ ഓരോ വിഷയങ്ങളിലേക്കും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുമ്പോ, അവിടെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്ന ഈ പ്രകൃതിയിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോ, പർവ്വതങ്ങൾ ആണികളാക്കിയില്ലേ എന്ന് പറയുമ്പോ, ആ രൂപത്തിൽ സയൻസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന പണ്ഡിതന്മാരായിരുന്നു അന്നത്തെ മുഫസ്സിറുകളും മുഹദ്ദിസുകളും എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതിൽ ഭൗതിക വിജ്ഞാനം നേടുന്ന ആളുകൾ പലപ്പോഴും അത് ദീനും ഖുർആനൊന്നും പഠിക്കലേ എന്റെ വിഷയമല്ല, അതിന് കുറെ അറബി കോളേജുകൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഉണ്ടാക്കി കുറെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ദർസുകൾ ഉണ്ടല്ലോ, ഹിഫ്ള് കോളേജുകൾ ഉണ്ടല്ലോ എന്ന ശൈലി പ്രിയപ്പെട്ടവരെ മാറണമെന്നാണ് നമ്മൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന. പലപ്പോഴും മതവിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ മക്കളെ മാത്രം ചേർത്ത് നിർത്തിയാ പറയാ. അല്ല, നമ്മൾ ഇന്ന് ഏതു പ്രൊഫഷനിലായാലും ഏതു ഘട്ടത്തിലായാലും ഏത് ജോലിയിലായാലും ദീനിനെ കുറിച്ച് എനിക്കെന്തറിയാം എന്നൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ത്വലബുൽ ഇൽമ് നേടിയെടുക്കുക എന്നത് ഫരീദത്തുൻ നിർബന്ധമാണ് അലാ കുല്ലി മുസ്ലിം. അവിടെ ആണ് പെണ്ണ് എന്ന വേർതിരിവില്ല. പെണ്ണ് ഇൽമ് പഠിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് സാഹചര്യം മാറി, അൽഹംദുലില്ലാ. നമ്മുടെ നാട്ടിലും കഴിഞ്ഞു പോയിരുന്നു. ഇൽമ് പഠിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് പറയുന്നിടത്ത് രണ്ടു തരം ഇൽമുകളെ കൃത്യമായി കൊണ്ട് പണ്ഡിത ലോകം എണ്ണി പറഞ്ഞു. അതിലൊന്ന് ദീനീപരമായ അറിവ്. അത് നിർബന്ധമായും ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ഏത് പ്രൊഫഷനായാലും നമസ്കരിക്കാൻ എനിക്കറിയണം, അത് എന്റെ പരലോകവുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയണം, അതിന്റെ നിയമങ്ങൾ അറിയണം, നോമ്പിനെ കുറിച്ച് അറിയണം, സകാത്ത് കൊടുക്കുന്നതിനെ പറ്റി അറിയണം, ഇബാദത്തുകളെ കുറിച്ച് അറിയണം. അതിനേക്കാൾ പുറമെ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം. ഇതൊരാളിൽ അത് ഫർളു ഐനാണ്, നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ്. ഇതിനപ്പുറത്തേക്കും ഇസ്ലാമിന്റെ ദീനിന്റെ നിയമവശങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ കഴിയണം. നമ്മൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ. ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മുമ്പ്, മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത്, പേരൊന്നും പറയുന്നില്ല, അവിടെ വളരെ പ്രമുഖമായ പണ്ഡിത കുടുംബം തന്നെ. ആ പണ്ഡിത കുടുംബത്തിലെ ആളുകൾ ഏത് പ്രൊഫഷനിലേക്ക് മക്കൾക്ക് പോകാം. പക്ഷേ 2 വർഷം നിർബന്ധിതമായി അറബിക് കോളേജ് 10ാം ക്ലാസ്സിന് ശേഷം അഫ്ദൽ ഉലമ പ്രിലിമിനറി പഠിച്ച ശേഷമേ ആ രൂപത്തിൽ ദുനിയാവിന്റെ വിഷയത്തിലേക്ക് പോകാവൂ പഠിക്കാൻ എന്ന് പറയുന്ന കുടുംബങ്ങൾ പോലും ഉണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കളെ ഈ ഭൗതികമായ വിജ്ഞാനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ മതപരമായ വിജ്ഞാനത്തിൽ നിന്ന് അവരെ പിറകോട്ട് വലിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതിനെ രണ്ടും രണ്ടായി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉണ്ടാകരുതേ എന്ന് ഓർമ്മപ്പെടുത്താനാണ്. പ്രിയപ്പെട്ടവരെ, മതപരമായ അറിവുണ്ടാവണം. കുത്തുവ പറയുന്ന ഡോക്ടർമാരുണ്ടാവട്ടെ, കുത്തുവ പറയുന്ന IAS-കാരുണ്ടാവട്ടെ, ക്ലാസ് എടുക്കുന്ന ആ രൂപത്തിലുള്ള എഞ്ചിനീയർമാരുണ്ടാവട്ടെ, ഏത് പ്രൊഫഷൻ ആണെങ്കിലും, കടയിൽ ഒരു സെയിൽസ്മാൻ ആയി നിൽക്കുന്ന ആളാണെങ്കിലും അയാൾ ജമാഅത്തിന്റെ സമയത്ത് പോയി ഇമാമത്ത് നിൽക്കട്ടെ, ഖുതുബ പറയട്ടെ. ഈ രൂപത്തില് ലോകത്തെ എന്തു പ്രൊഫഷനിലേക്ക് തിരിഞ്ഞാലും അതിന്റെ കൂടെ ദീനിനെ മുറുകെ പിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. രണ്ടിനെയും രണ്ടായി കാണുന്ന ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകരുത് എന്നാണ്. നോക്കൂ നിങ്ങൾ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദീനിനെ ആഴത്തിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ ആ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങാൻ നമുക്ക് പോയി കഴിയണം. നോക്കൂ നിങ്ങൾ, സുഹീഹുൽ ബുഖാരിയിലെ ഹദീസായി നമുക്ക് കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ. അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അറിവുള്ളവനാക്കി അവനെ മാറ്റും എന്നാണ്. അള്ളാഹു ഒരാൾക്ക് നന്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൽ അറിവുള്ളവനാക്കി മാറ്റുന്ന, അവൻ ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നല്ല പറഞ്ഞത്, അവൻ അധികാരങ്ങൾ ഒരുപാട് കീഴ്പ്പെടുത്തി കൊടുക്കുമെന്നല്ല പറഞ്ഞത്. അവന് ദീനിൽ അറിവുള്ളവനാക്കി മാറ്റുന്ന നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖുതുബയിലെ ഒരു വെള്ളിയാഴ്ച ദിവസം നേരത്തെ വരണം എന്ന ചിന്ത അവന്റെ ഉള്ളിലുണ്ടാവും. ഒരു ഖുതുബക്ക് വരുമ്പോ അത് നിർബന്ധമായിട്ട് ഇരിക്കേണ്ടതാണല്ലോ എന്ന് കരുതി വരുന്നവനാവൂല. ഇന്ന് എന്തെങ്കിലും ഒന്ന് പുതുതായി എനിക്ക് പഠിക്കണം എന്ന നിയ്യത്തോടു കൂടി കടന്നു വരുന്നവനാവും അവൻ. ഞായറാഴ്ചകളിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ ഉണ്ടാവും, അവന്റെ നാട്ടിൽ നടക്കുന്ന QHLS ക്ലാസ്സുകളിൽ ഉണ്ടാവും, വെളിച്ചം പദ്ധതികളിൽ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത് കുടുംബത്തോടവൻ അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അത് അള്ളാഹു അവന് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നന്മയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഗുണം, ദീനിനെ ആഴത്തിൽ പഠിച്ചാൽ വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ദീനിന് വേണ്ടി ദീന് പഠിക്കാൻ ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, ഒരു ഖുർആൻ ക്ലാസ്സിനുള്ള സംവിധാനങ്ങൾ നാട്ടിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉള്ള സംവിധാനത്തിലേക്ക് കുടുംബത്തോടൊപ്പം കടന്നു ചെന്നു, അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും ഇരുന്ന് വിശുദ്ധ ഖുർആനും അർത്ഥസഹിതം പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഒരാൾ തയ്യാറായി എങ്കിൽ സ്വർഗ്ഗത്തിന്റെ വഴിയാണ് അവൻ എളുപ്പമാക്കി കൊടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തേ ഇതേ മാർഗത്തിലൂടെ നടന്നുപോയിക്കൂടെ? പോകാൻ കഴിയണം എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക. ദീനിനെ ആഴത്തിൽ പഠിച്ചാൽ ഫിത്നകളിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും. മൂന്നാമത്തെ ഗുണമായിട്ട് പറഞ്ഞതാ. നമ്മുടെ നാട്ടിലെ ഈ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നമ്മൾ കേൾക്കാൻ പോകുന്ന യുക്തിവാദങ്ങളുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദങ്ങളുണ്ട്. പ്രമാണങ്ങൾ ഒഴിവാക്കി ഖുർആനിനെ മാത്രം എടുത്താൽ മതി, ഹദീസുകൾ വേണ്ട എന്നുള്ള നിലക്ക് കോട്ടി മാറ്റുന്ന ചില ആളുകളുണ്ട്.
വെള്ളിയാഴ്ച ഖുതുബ എന്ന പേരിൽ അവർ നടത്തുന്ന ഖുതുബകൾ യൂട്യൂബിലൂടെ കേട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവരുണ്ട്. അവിടെ ഇൽമ നേടിയാൽ, യഥാർത്ഥ അറിവ് കരസ്ഥമാക്കിയാൽ അത്തരം ഫിത്നകളിൽ ചെന്ന് ചാടാൻ കഴിയില്ല, പേടില്ല. ഇതാണ് അതിന്റെ മൂന്നാമത്തെ ഒരു ഗുണം. നാലാമത്തത്, ആരാധനകൾക്ക് ഖുശൂ ഉണ്ടാവുന്നതാണ്, ഭയഭക്തി ഉണ്ടാകുന്ന. നമ്മൾ നമസ്കരിക്കുന്നു, ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുക, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, സുബഹി നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഒരു വക്തും ഒഴിവാക്കാറില്ല. ഞാൻ നമസ്കരിക്കുമ്പോൾ എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്തു പറയുന്നു എന്നത് എനിക്കറിയുമെന്ന് ഉറപ്പുള്ള എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ചു, എന്താ അർത്ഥം? എത്ര കൊല്ലമായി ഞാൻ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട്? ഇതിന്റെ അർത്ഥം എനിക്കറിയുമോ? സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? വിരൽ ചൂണ്ടി അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ പോകുമ്പോ അത്തഹിയാത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 59 കൊല്ലായില്ലേ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? 20, 30, 40, 70 വർഷമായിട്ട് ഇത് അറിയുന്നില്ല എങ്കിൽ ഇതാണ് നമ്മൾ പറയുന്ന ഇൽമ് നേടണമെന്ന് പറയുന്നത്. എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് മൊബൈൽ ഫോണിൽ, എല്ലാ ദിക്റുകളും ദുആകളും പോക്കറ്റിലിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. എവിടുന്നോ കേട്ടു പഠിച്ചത് മാത്രം ഉച്ചരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇല്ല പ്രിയപ്പെട്ടവരെ, മാറ്റം ഉണ്ടാകണം എന്നാണ്. അഞ്ചാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ സ്വർഗത്തിലെ പദവികളെ കുറിച്ചാ പറഞ്ഞേ. അതാർക്കുള്ളതെന്നറിയോ? നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു വ്യത്യസ്ത പദവികളെ കൊണ്ട് ഉയർത്തുന്നതാണ് എന്ന് സൂറത്ത് മുജാദില 11-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോ ആ തരത്തിലേക്ക് നമ്മൾ എത്തണോ? ഇൽമ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ 6-ാമത്തെ കാര്യം, മരിച്ചാലും നിരക്കാത്ത പ്രതിഫലം എന്നാണ്. ഇന്ന് മരിച്ചാൽ, ഇന്ന് ഖുതുബ കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക എന്താ അങ്ങനെ ചിന്തിക്കണം എന്നാണല്ലോ. അടുത്തൊരു ഖുതുബ നമുക്ക് കിട്ടുമോ? ഒരു ജുമ നമുക്ക് കിട്ടൂല. ഇന്ന് അസർ നമുക്ക് കിട്ടുമോ? ഇല്ല, കഴിഞ്ഞു. നമസ്കാരത്തിന്റെ പ്രതിഫലം അവിടെ കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞു. അറഫാ നോമ്പ് അടുത്ത കൊല്ലം എടുക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ട ആളുകൾ ഉണ്ടാവും, അടുത്ത വർഷം ഇല്ലെങ്കിലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, മറ്റൊരാൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തു, മറ്റൊരാൾക്ക് ഇൽമിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തു, മക്കൾക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു, ഒരു പള്ളിയിൽ, ഒരു മഹല്ലിൽ, ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു എങ്കിൽ അതുവഴി ഇൽമ നേടിയ ആളുകൾ ആരൊക്കെയുണ്ടോ, അവരേതൊക്കെ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടോ, അവരെന്തൊക്കെ നന്മകൾ നേടിയെടുക്കുന്നുണ്ടോ, അവരെന്തൊക്കെ പുണ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ടോ, അതിന്റെ എല്ലാം ഓഹരി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന. മരണപ്പെട്ടു കഴിഞ്ഞാലേ 3 കാര്യങ്ങളല്ലാത്ത എല്ലാം മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞതിൽ ഒന്ന് ഉപകാരപ്രദമായ അറിവ്. ഒരാൾക്ക് നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നേരത്തെ ജുമഅക്ക് എന്നാലേ ജുമഅന്റെ പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പള്ളിയിൽ ഒന്നുകൂടെ എന്ന് സ്നേഹത്തോടുകൂടി നമ്മുടെ കടയിലെ ഒരാളോട് നമ്മൾ പറഞ്ഞു. ഒരു പക്ഷെ അവൻ അന്നായിരിക്കും അത് ആദ്യമായിട്ട് കേട്ടിട്ടുണ്ടാവുക. അവൻ കരുതിയിട്ടുണ്ടാവും എന്താ, ജുമഅക്ക് അവസാനത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് എത്തിയാൽ ജുമഅ കിട്ടിയെന്നാണ്. അപ്പൊ ജുമഅന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇമാമു മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തണം എന്ന നമുക്ക് കിട്ടിയ ഒരു ഇൽമു പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന്റെ ജീവിതത്തിൽ ഒരു ജുമഅയും അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ആ ഒരു നന്മ പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് നമ്മൾ കാണേണ്ടതല്ല. നമ്മുടെ മക്കൾക്ക് ദീനീപരമായ വിജ്ഞാന സ്രോതസ്സുകൾ നമ്മൾ തുറന്നു കൊടുത്താൽ, പുസ്തകം വായിക്കാൻ ഒരു പരിഭാഷ മക്കൾക്ക് സമ്മാനമായി കൊടുത്താൽ, ഒരു ഇസ്ലാമിക പുസ്തകം തൊട്ടടുത്ത ലൈബ്രറിയിൽ നിന്ന് ഖുതുബ കഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് തെരഞ്ഞു നോക്കി കുട്ടികൾക്കുള്ള ഒരു പുസ്തകം വാങ്ങി അത് നമ്മുടെ കുഞ്ഞിന് സമ്മാനമായി കൊടുത്താൽ അതിലൂടെ അവന് കിട്ടുന്ന നന്മകൾ അതൊരു വാപ്പക്ക് കിട്ടും, ഒരു ഉമ്മക്ക് കിട്ടും. പള്ളിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് സുബഹി നമസ്കാരത്തിന് മക്കളുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് അവന്റെ ജീവിതത്തിലേക്ക് അത് ശീലമാക്കിയാൽ വാപ്പക്കുണ്ട് നന്മ, മരണപ്പെട്ടു പോയാലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ നാട്ടിലൊക്കെ ദീനി സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. അത് വലിയ ഒരു നേട്ടമായിട്ട് കാണണം. നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോലും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കൾക്ക് വഴി കാണിച്ചു കൊടുത്താൽ കുടുംബത്തോടൊപ്പം സ്വർഗത്തിന്റെ വഴിയായിരിക്കും പ്രിയപ്പെട്ടവരെ തുറന്നു കിട്ടുക എന്നാണ്. അറബി കോളേജിൽ പഠിച്ചു എന്നതുകൊണ്ടോ, ദീന് പഠിച്ചു എന്നതുകൊണ്ടോ, ഖുർആൻ പഠിച്ചു എന്നതുകൊണ്ടോ ആരും പട്ടിണി കിടക്കില്ല. ഇതായിരിക്കുമല്ലോ പലരുടെയും ബേജാറ്. എന്റെ കുട്ടിന്റെ പ്രൊഫഷൻ, എന്റെ കുട്ടിന്റെ ഇതിങ്ങനെ അറബി കോളേജ് കഴിഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോകട്ടെ, അവിടെ നന്മ പകർത്താൻ അവന് കഴിയട്ടെ, അത് വിടർത്താൻ അവൾക്ക് കഴിയട്ടെ. അതുകൊണ്ട് മക്കളുടെ ദീനിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണം എന്നാണ് പറഞ്ഞു വന്നതിന്റെ ആകത്തുക. സ്വന്തത്തിലും ഉണ്ടാവണം, മക്കളുടെ വിഷയത്തിലും ദീനിന്റെ വിഷയത്തിലും ഒരു ശ്രദ്ധയുണ്ടാവണം. എവിടെ അഡ്മിഷൻ എടുക്കും എന്നൊക്കെ ആലോചിച്ച് പരക്കം പാഞ്ഞുകൊണ്ട് നടക്കണം നമ്മൾ. ദീനിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത, നിലനിന്ന് പോകാൻ കഴിയാത്ത, ഇവിടെ മുസല്ലയിട്ട് നമസ്കരിക്കാൻ പറ്റൂല എന്നൊരു സ്ഥാപനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഗേറ്റ് കടന്നു പോകാൻ പ്രിയപ്പെട്ട വിശ്വാസികൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവരുത്.
നമ്മുടെ മക്കളാവട്ടെ, അതേതോ എത്ര ഹയർ എഡ്യൂക്കേഷൻ ആയാലും അവിടെ ദീനിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലേ നമ്മൾ ചേർത്താവൂ എന്നാൽ, ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് വരും. ഈ മക്കളുണ്ടാകും പരലോകത്ത് ഉമ്മയെ ചോദ്യം ചെയ്യാൻ, വാപ്പയെ ചോദ്യം ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലെ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുക. അതിൻ്റെ കൂടെ ഭൗതികമായി നമ്മൾ തീരുമാനിച്ച, നമ്മൾ കണക്കാക്കിയ പല പ്രൊഫഷനുകളുണ്ട്. ആ പ്രൊഫഷനുകളൊക്കെ ഏതു പ്രൊഫഷനും എടുക്കാം, മക്കൾക്ക് താല്പര്യമുള്ള ഏതിലേക്കും പോകാം. പക്ഷെ കൂടെ ദീനുണ്ടാകണം എന്ന് മാത്രം. എന്നാലോ ചില ആളുകൾ ദീന് പഠിക്കാനായിട്ട് താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരണം. യുദ്ധത്തിന് പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടി പോകരുത് എന്നാണ്. കുറച്ചാളുകൾ അവിടെ ഉണ്ടാകണം എന്നാണ്, ദീന് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ. യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളെ താക്കീത് ചെയ്യാൻ കുറച്ചാളുകൾ ഉണ്ടാവണം എന്നാണ്. മക്കൾക്ക് താല്പര്യം ഉണ്ടാവും, ഖുർആൻ പഠിക്കാൻ പോകണം, അറബി കോളേജിൽ പോകണം, കുറച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും. വാപ്പമാർ അതിന് തടസ്സം നിൽക്കരുത്. നമുക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയണം. പട്ടിണി കിടക്കൂല, ഇതാണല്ലോ ബേജാറ്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഭയക്കേണ്ടത്? പരലോകത്തും നന്മ, ഇഹലോകത്തും നന്മയെങ്കിൽ അതിലേക്ക് കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.